ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിനക്കിപ്പോ വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം. എന്നാൽ സത്യം തന്നെയാണ്. ഇത് മനസ്സ് തുറന്ന് ഈ രമാദേവി പറയുന്നതാ. എന്റെ മകൻ അർജുൻ അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് നിന്നെ പ്രൊപ്പോസ് ചെയ്തപ്പോ നനച്ചിരിക്കാത്ത ഷോക്കിലായിരുന്നു ഞാൻ. എന്റെ മകൻ ഒരിക്കലും തെറ്റായൊരു തീരുമാനം എടുക്കില്ല. ആ തീരുമാനം 100% ശരി തന്നെയാ. ഇഷ്ടമുള്ളതൊന്നും നഷ്ടപ്പെടുത്തരുത് ഒന്നിനു വേണ്ടി. പ്രത്യേകിച്ച് ഇത്രയും വിലപിടിപ്പുള്ളത്. അമ്മ പറഞ്ഞത് ഇപ്പൊ നിനക്ക് മനസ്സിലായോ? മനസ്സിലായമ്മേ. അർജുനുമായിട്ട് ഞാനൊന്ന് സംസാരിച്ചിട്ട് മോളെ വിളിക്കാം. ശരി അമ്മ. എന്നാ മോള് ചെല്ല്. ശരി. ഇവളുടെ രാജകുടുംബം വഴി, ആ മോതിരം വഴി ഞാൻ എത്തി നിൽക്കാൻ പോകുന്നത് മണിമാലയുടെ അടുത്തേക്കാ. എന്ത് വില കൊടുത്തും ഞാനത് നേടിയിരിക്കും. ഇനിയാണ് ഞാൻ ശരിക്കും രാജകുടുംബത്തിലെ അംഗമാവാൻ പോകുന്നത്. അർജുന്റെ ഭാര്യയായിട്ട്, അളവറ്റ സമ്പത്തിന്റെ രാജകുമാരിയായി മാറി ഞാൻ. നീ അതവിടെ വെച്ചേക്ക്. ഇനിയും കരയണ്ട. അതാ നല്ലതെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഇന്നത്തോടെ ഞാൻ ഈ പരിപാടി നിർത്തി. ചന്ദ്രാമേ, എന്താ ചന്ദ്രാമേ, എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? എന്ത് പ്രശ്നം? ഒന്നുമില്ല. അല്ല, ചിലരൊക്കെ ഇരുന്ന് കരയുന്നു. അതോ, അത് സവാള അരിയുന്നതിന്റെയാ. ഓ, അതാണോ? ഞാൻ കരുതി ആരോടെങ്കിലും പിണങ്ങിയിരിക്കുന്ന ഓർത്തുള്ള സങ്കടായിരിക്കുന്നു. ആ, മനുഷ്യനെ കൊണ്ട് പറ്റാത്തത് സവാളയും കൊണ്ട് പറ്റുന്നുണ്ടല്ലോ. ആ, അത്ഭുതം തന്നെ. ഈ ദേഷ്യവും പിണക്കവും മാറാൻ ഞാൻ ഏത് അമ്പലത്തിലാണ് നേർച്ചിടേണ്ടത്? ഓ, ആ ദേഷ്യത്തോടുള്ള മുഖം കാണാൻ എന്താ ഒരു രസം. ഈ ഭാവത്തിൽ ഇത്ര ഗ്ലാമറുള്ള മുഖം ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാനൊരു കാര്യം പറയാം. തന്റെ ഇമ്മാതിരി പറച്ചിലും കളിയാക്കലും എനിക്ക് ഇഷ്ടാവുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളതാ, ആവശ്യമില്ലാതെ എന്നോട് സംസാരിക്കാൻ വരരുതെന്ന്. ശരി, എങ്കിൽ തന്റെ പിണക്കം മാറിയെന്ന് പറയാ. ഞാൻ ശല്യത്തിന് വരുന്നില്ല. തനിക്കൊരു കാര്യം പറഞ്ഞാ മനസ്സിലാവില്ലേ? തനിക്കല്ലേ ഇപ്പൊ മനസ്സിലാവാത്തെ?
ദേ, ഞാൻ അവസാനമായിട്ട് ചോദിക്കുക, താൻ എന്നോട് മിണ്ടോ ഇല്ലയോ? ഇത്രയും നാളും സംശയം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ശരിക്കും ബോധ്യായി. സത്യം പറ, താനല്ലേ കള്ളിയങ്കാട്ട് നീലി? അയ്യോ, മോള് ഇതുവരെ ഒറ്റയ്ക്ക് വരാന്ന് പറഞ്ഞാ അത് വേണ്ട, അച്ഛൻ അങ്ങോട്ട് വരാം. വേണ്ടച്ചാ, ഞാനങ്ങ് എത്തിക്കോളാം. അച്ഛൻ സമയവും സ്ഥലവും പറഞ്ഞാ മതി. ശരി മോളെ, ആ ഞാൻ വിളിക്കാം. അമ്മ പേടിക്കണ്ടമ്മേ, ഒന്നും സംഭവിക്കില്ല. ധൈര്യമായിട്ടിരിക്കെ. വാ അമ്മേ. ആരാ വിളിച്ചത്? കല്യാണി മോളാണോ? അതെ. കല്യാണി മോൾ എന്ത് പറഞ്ഞു ശിവ? ഇനി വരാതിരിക്കുവോ? അവള് വരും തിരുമേനി. ആ, തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും കാര്യം ചെയ്തുകൊണ്ട് ഉറപ്പായിട്ട് അവള് വരും. അത്രയ്ക്ക് ജീവനായിരുന്നല്ലോ കല്യാണി മോൾക്ക് തമ്പുരാനും തമ്പുരാട്ടിയും. അല്ല, തിരിച്ചും അങ്ങനെ തന്നെയാ. കുട്ടിക്കാലത്ത് കഥകൾ പറഞ്ഞു കൊടുത്തും ഉണ്ടും മൂട്ടിയതുമെല്ലാം അവര് തന്നെയായിരുന്നു. ഉത്സവ ദിവസം ക്ഷേത്രത്തിലെ വിശിഷ്ട നട തുറക്കുന്നതും മണിമാല അടങ്ങിയ നിലവറയിലെ ആമാടപ്പെട്ടി തുറക്കാനുള്ള മന്ത്രം പഠിപ്പിച്ചതും തമ്പുരാട്ടിയാ. തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും ആത്മാവിന് മോക്ഷം കിട്ടുന്ന ബലികർമ്മം നടത്താൻ ചിന്നമോള് വരാതിരിക്കില്ല തിരുമേനി. എന്റെ മോള് വരും. തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും ബലിയിടാൻ കല്യാണി എത്തുമെന്ന് ശിവൻ ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്.